രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ കാലൊന്ന് വല്ലാതെ സ്ട്രെച്ച് ചെയ്താല്, അതുപോലെ തന്നെ കുറച്ചു ദൂരം നടന്നാല്, ഒന്ന് നീന്തിയാല്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയുമ്പോൾ കാല് വല്ലാതെ വെക്കുമ്പോൾ, അങ്ങനെ വളരെ ആക്സിഡന്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മസിൽ കോച്ചിപ്പിടുത്തം, അല്ലെങ്കിൽ മസിൽ കയറ്റം, മസിൽ ക്രാമ്പിങ് എന്നെല്ലാം പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു മസിൽ ക്രാമ്പിനെ പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ചെയ്ത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് മസിൽ ക്രാമ്പിംഗ് എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള മസിലുകളുണ്ട്. ഇൻവോളണ്ടറി മസിലുകൾ, അതുപോലെ തന്നെ വോളണ്ടറി മസിലുകൾ. ഇൻവോളണ്ടറി മസിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രവർത്തനം ഒരു കാരണവശാലും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. ഇപ്പം എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ മസില്, നമ്മുടെ സ്റ്റൊമക്കിന്റെ മസില്, നമ്മുടെ ശ്വാസകോശത്തിന്റെ മസിലുകളൊക്കെ നമ്മുടെ നിയന്ത്രണത്തിനല്ല. അത് അതിൻ്റെതായിട്ടുള്ള സമയത്ത് ആക്റ്റീവ് ആകുന്നു, അല്ലെങ്കിൽ കൺട്രാക്ട് ആകുന്നു, റിലാക്സ് ആകുകയും ചെയ്യുന്നു. പക്ഷെ നമ്മുടെ കൈയുടെയും കാലിന്റെയും കഴുത്തിന്റെയും ഒക്കെ മസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ചലിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇങ്ങനെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന മസിലുകളെയാണ് വോളണ്ടറി മസിൽസ് എന്ന് പറയുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ വോളണ്ടറി മസിൽസ് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിൻ കൊടുക്കുന്ന കമാൻഡിനനുസരിച്ച് ചിലപ്പോ ആക്റ്റീവ് ആയില്ല എന്ന് വരാം. അതായത് അത് റിലാക്സ് ആകേണ്ട സമയത്ത് ചിലപ്പോൾ ചില മസിലുകൾ കൺട്രാക്ട് ആയിട്ട് തന്നെ ചുരുങ്ങി തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥ വരും. അതാണ് പലപ്പോഴും നമ്മൾ കാലൊക്കെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വേദന വരുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ മസിൽ ക്രാമ്പിംഗ്, അല്ലെങ്കിൽ മസിൽ കയറ്റം, മസിൽ പിടുത്തം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് ഉണ്ടാവാനുള്ള കാരണങ്ങൾ ചെറുത് വലുതുമായിട്ട് അനേക കാരണങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അസഹനീയമായിട്ടുള്ള ഒരു വേദനയായിരിക്കും. 2-3 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു വേദനയായിരിക്കും. അപ്പൊ ഇത് നമ്മൾ കുറച്ച് സമയം ഒന്ന് അതേ വേദനയിൽ ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആയി കഴിയുമ്പോൾ മാത്രമാണ് ഈ ഒരു വേദന അപ്രത്യക്ഷമാകുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ മസിൽ കോച്ചിപ്പിടുത്തം ഉണ്ടാകുന്നതെന്ന് നോക്കാം. എന്തെങ്കിലും ഒരു കാരണത്താല് മസിലുകൾക്ക് വീക്ക്നെസ് വരുന്നത് വഴിയാണ് ഏറ്റവും പ്രധാനമായിട്ട് മസിൽ കോച്ചിപ്പിടുത്തം ഉണ്ടാകുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം ഇല്ലാതെ വരുന്ന ഒരവസ്ഥ. ഇത് മസിലുകളെ വീക്കാക്കാനും മസിൽ കോച്ചിപ്പിടിക്കാനുമുള്ള സാധ്യത വരുത്താറുണ്ട്. അപ്പൊ ഇത് പ്രധാനമായിട്ടും കാണുന്നത് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ സംഭവിക്കാം. പിന്നെ നമ്മളുടെ മൂത്രത്തിൽ കൂടി അമിതമായിട്ട് വെള്ളം പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മൂത്ര ഒഴിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തില് ജലീകരണം സംഭവിക്കാം. അതുപോലെ നമുക്ക് ഡയറിയ, വയറിളക്കം, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള നോസിയ, വോമിറ്റിങ്, ഛർദിൽ പോലെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗകാരണങ്ങളായിട്ട് ഇത്തരത്തില് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കാം. അതുപോലെ തന്നെ വേനൽക്കാലത്ത് നമ്മൾ വിയർത്തു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഈ ഒരു കാരണമാണ് ഏറ്റവും പ്രധാനമായിട്ട് മസിൽ ക്രാമ്പ് ഉണ്ടാവാനായിട്ട് പറയുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇലക്ട്രോലൈറ്റുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, സിങ്ക് പോലെയുള്ള ധാതുക്കൾ, അല്ലെങ്കിൽ കമ്പോണൻസ് നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തില് മസിൽ കോച്ച് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളുടെ ആ ഒരു മസിലും നെർവും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഇത്തരത്തിലുള്ള ധാതുക്കൾ വളരെയേറെ അത്യാവശ്യമാണ്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇത്തരത്തിൽ മസിൽ ക്രാമ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ പ്രധാന കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വേനൽക്കാലത്ത് അമിതമായിട്ട് വിയർത്ത് പോകുമ്പോൾ വിയർപ്പിന്റെ കൂടെ ആ ഒരു വെള്ളത്തിന്റെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ധാതുക്കൾ നഷ്ടമാകാറുണ്ട്. അതൊരു കാരണമാണ്. പിന്നെ അമിതമായിട്ട് മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ, മൂത്രത്തിന്റെ അമിതമായിട്ടുള്ള പോക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തില് ലവണങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും ഒരു കാരണമാണ്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടി ആവശ്യത്തിന് ഇത്തരത്തിലുള്ള വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അപര്യാപ്തത മൂലം നമുക്ക് മസിൽ ക്രാംസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രഗ്നൻസിയിൽ കാൽസ്യത്തിന്റെ ഒരു കുറവ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പ്രഗ്നൻസിയുടെ സമയത്തും മസിൽ ക്രാംസ് വരാറുണ്ട്. അതുപോലെ തന്നെ പ്രായാധിക്യം, ഒബീസിറ്റി, ഇതെല്ലാം മസിൽ ക്രാംസ് വരാനുള്ള ഒരു കാരണമാണ്. പിന്നെ മറ്റ് പല രോഗങ്ങളും അല്ലെങ്കിൽ അതിന് കഴിക്കുന്ന മരുന്നുകളും മസിൽ ക്രാംസ് ഉണ്ടാക്കാറുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം, പ്രത്യേകിച്ച് പ്രമേഹം, കൊളസ്ട്രോള്, BP പോലെയുള്ള രോഗങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ മസിൽ ക്രാംസിന് ഒരു കാരണമാകാറുണ്ട്. പിന്നെ തൈറോയിഡ് ഹോർമോണിന്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന സോഡിയം, പൊട്ടാസ്യം പോലെയുള്ള, അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ ഒക്കെ കുറവ് നമ്മുടെ ശരീരത്തിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. അതും മസിൽ ക്രാംസിനൊരു കാരണമാകാറുണ്ട്. പിന്നെ വേണ്ട രീതിയിൽ നമുക്ക് ശരീരത്തിന് എക്സസൈസ് ഇല്ലാത്ത ഒരാൾക്ക്,
ഇത്തരത്തില് മസിലുകൾക്ക് പെട്ടെന്ന് ക്ഷീണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന ജോലികളല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ അമിതമായിട്ട് വർക്ക് ചെയ്തു, കുറേ ദൂരം നടന്നു, അല്ലെങ്കിൽ കുറേ സമയം നിന്നു, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മസിൽ വീക്കാകാനും മസിൽ ക്രാംസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് മസിൽ ക്രാംസ് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇത്തരത്തിൽ മസിൽ ക്രാംസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഫസ്റ്റ് എയ്ഡുകൾ ചെയ്യാമെന്ന് നോക്കാം. മിക്കവാറും നമ്മൾ രാത്രി കിടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ മസിൽ ക്രാംസ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഏത് പൊസിഷനിൽ കാല് മൂവ് ചെയ്തപ്പോഴാണ് അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്തപ്പോഴാണ് മസിൽ ക്രാമ്പ് ഉണ്ടായത് എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വശത്തേക്ക് മസിലുകൾ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാൽവണ്ണയിൽ മസിൽ പിടിച്ചു നമ്മൾ കാല് നീട്ടുന്ന സമയത്ത് നമ്മൾ കാല് മാക്സിമം നീട്ടി വെച്ചിട്ട് കാൽ വിരലുകൾ, നമ്മളുടെ കാലിലെ വിരലുകളെല്ലാം മാക്സിമം പുറകോട്ടേക്ക്, അതായത് നമ്മുടെ നേർക്ക് വരുന്ന രീതിയിൽ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു മസിൽ ക്രാമ്പിന്റെ വേദന കുറഞ്ഞു കിട്ടുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ നിൽക്കുകയോ ഓടുകയോ നടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ മസിൽ വലിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിരലുകളിൽ കുത്തി കാല് മുകളിലേക്കാക്കി പൊങ്ങി നിൽക്കാൻ വേണ്ടി എത്തി കുത്തി നിൽക്കുക എന്ന് പറയും. അപ്പൊ ആ ഒരു രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോഴും നമുക്ക് ഈ ഒരു വേദന കുറയുന്നതായിട്ട് കാണാം. പിന്നെ ഈ ഒരു ക്രാമ്പ് വന്ന സ്ഥലത്ത് തടവി കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ചൂട് വെച്ച് കൊടുക്കുക. ഇതെല്ലാം നമുക്ക് ഈ ഒരു വേദന അല്ലെങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ എന്തെങ്കിലും നീർക്കെട്ട് പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐസ് വെച്ച് കൊടുക്കുന്നതും ഈ ഒരു ബുദ്ധിമുട്ട് കുറയാനായിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ ഇത്തരത്തില് ഇടയ്ക്കിടയ്ക്ക് മസിൽ ക്രാംസ് വരുന്നവര് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള കരിക്ക് വെള്ളം പോലെയുള്ള പാനീയങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ കുടിക്കുന്നതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നാരങ്ങയിൽ ഉപ്പിട്ട് കുടിക്കുന്നത്, നാരങ്ങ വെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും കൂടെ ഇട്ട് കുടിക്കുന്നത്, കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കുന്നതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ്സിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതുകൂടാതെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായത്തോടു കൂടി കാല് സ്ട്രെച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മസിൽ സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകൾ കൂടി പ്രാക്ടീസ് ചെയ്യുക. ഒബേസിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അമിതവണ്ണം പൊണ്ണത്തടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു ഹൈറ്റിനും അനുസരിച്ചുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ കൂടി എക്സസൈസിൽ കൂടി നമ്മുടെ ഒരു ഹൈറ്റും വെയിറ്റും തമ്മിലുള്ള ഒരു റേഷ്യോ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും പ്രമേഹ രോഗം അല്ലെങ്കിൽ തൈറോയിഡിന്റെ കംപ്ലൈന്റ്, BP അല്ലെങ്കിൽ കൊളസ്ട്രോൾ പോലെയുള്ള രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റിന്റെ അളവ്, അതുപോലെ ഇത്തരത്തിലുള്ള നിങ്ങളുടെ പ്രശ്നം ഷുഗറിന്റെയും BPയുടെയും ഒക്കെ ആ ഒരു വാല്യൂ ഒക്കെ എപ്പോഴാണെന്നുള്ളത് എത്രയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ധാരാളം ഇലക്കറികൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൽ ധാരാളം ഇത്തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സ് അടങ്ങിയിട്ടുണ്ട്, ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ക്രാമ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഏത്തപ്പഴം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ പൊട്ടാസ്യം, അതുപോലെ സോഡിയം പോലെയുള്ള ലവണങ്ങളുടെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ നട്ട്സ്, കാഷ്യൂ നട്ട്, ബദാം, ആൽമണ്ട് പോലെയുള്ള നട്ട്സ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സ് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങളൊക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ചെറു മത്സ്യങ്ങൾ, നത്തോലി പോലെയുള്ള മത്സ്യങ്ങൾ കഴിക്കുക വഴി നമുക്ക് ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂട്ടാനായിട്ട് സഹായകമാകും. പാലുൽപ്പന്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മസിൽ ക്രാംസ് വരുന്നതിന്റെ ആ ഒരു റിക്കറൻസ് കുറയ്ക്കാനും അല്ലെങ്കിൽ മസിൽ ക്രാമ്പിനെ തടയാനും ഒക്കെ സഹായകമാകും. പിന്നെ ഇതെല്ലാം നോക്കിയിട്ടും നിങ്ങളുടെ ബോഡി എല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും മസിൽ ക്രാംസ് വരികയാണ്, അല്ലെങ്കിൽ മസിൽ ക്രാംസിന്റെ പെയിൻ ഒരു 10 മിനിറ്റോളം നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറിനെ വിവരം അറിയിക്കുക.